കഴിഞ്ഞ 5 വർഷം ഞങ്ങളൊന്നും ഇവിടുത്തെ ആളുകളുടെ രാഷ്ട്രീയം നോക്കിയല്ല ഇടപെട്ടത്. ഇവിടുത്തെ ആളുകളുടെ രാഷ്ട്രീയമല്ല പ്രശ്നം, ഇത് അതിജീവനത്തിന്റെ പ്രശ്നമാണ്. ആ അതിജീവനത്തിന്റെ പ്രശ്നത്തില് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഇവിടെയുള്ള ആളുകളുടെ പ്രശ്നമായിരുന്നു ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്നത്. ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ കഴിഞ്ഞ 5 വർഷം ഇവരുടെ കൂടെ നിന്ന് പ്രവർത്തിച്ച് ഇവരെ കുടിയൊഴിപ്പിക്കില്ലെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ 5 വർഷം ഈ നിയമവും കോടതിയും എല്ലാം ഉണ്ടായിട്ട് പോലും കുടിയൊഴിപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കായിരുന്നത്. ഞങ്ങളുടെ സർക്കാർ ഭരിച്ചിട്ട് പോലും പോലീസിനെ കൊണ്ട് ഒരു തരത്തിലും ഇതേപോലുള്ളൊരു അവസ്ഥ ഉണ്ടാക്കാൻ ഞങ്ങൾ അവസരം ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഒരു ജനപ്രതിനിധി ഉണ്ട്, ഇപ്പൊ MLA ഉണ്ട്, നാളെ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന MLA ഉണ്ട്. അദ്ദേഹം എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഇടപെട്ടില്ല എന്ന് നിങ്ങൾ ആലോചിക്കുക. അപ്പൊ ഇതിന്റെയൊക്കെ പുറകില് ചില വ്യക്തിപരമായ താല്പര്യങ്ങളും സ്വാർത്ഥ താല്പര്യങ്ങളും കച്ചവട താല്പര്യങ്ങളും ലാൻഡ് മാഫിയ അടക്കമുള്ള ആളുകളുണ്ട്. സർക്കാരിന്റെ 19 ഏക്കർ സ്ഥലത്തിലാണ് ചോദിക്കുന്നത്. അതാണ്, കഴിഞ്ഞ 5 വർഷക്കാലം പോലീസ് ഒന്നും ഇത്തരത്തിൽ അക്രമാസക്തമാകുന്ന രീതിയിൽ ഇടപെട്ടിട്ടില്ല. പക്ഷെ ഇപ്പോൾ അങ്ങനെ നടന്നിരിക്കുന്നു. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം ഒരു ഇടപെടലാണ് ഇവിടെ ആവശ്യമെന്നാണ് അദ്ദേഹം പറയുന്നത്.